വടക്കൻ നൈജീരിയയിൽ ആവർത്തിച്ചുള്ള കൂട്ടത്തട്ടിക്കൊണ്ടുപോകലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭ. 10 ദിവസത്തിനുള്ളിൽ തട്ടിക്കൊണ്ടുപോകലുകളുടെ ഒരു പരമ്പരയാണ് ഉണ്ടായത്. ഈ സംഭവങ്ങളിൽ ഉൾപ്പെടെ ഒരു മാസത്തിനിടെ 564 പേർ തട്ടിക്കൊണ്ടുപോകലുകൾക്ക് ഇരയായി എന്ന് മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ വോൾട്ടർ ടാർക്ക് വെളിപ്പെടുത്തി. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ കൂട്ടമായി തട്ടിക്കൊണ്ടുപോകുന്ന സായുധ സംഘങ്ങളുടെ രീതി പതിവാക്കാൻ അനുവദിക്കരുത് എന്നും ടർക്ക് ഊന്നി പറഞ്ഞു. കഡുന സംസ്ഥാനത്തെ കുരിക നഗരത്തിലെ ഒരു സ്കൂളിൽ നിന്ന് 280-ലധികം വിദ്യാർത്ഥികളും തട്ടിക്കൊണ്ടുപോയ ഇരകളിൽ ഉൾപ്പെടുന്നു. അതേ ദിവസം തന്നെ ബോർണോ സംസ്ഥാനത്ത് വിറക് ശേഖരിക്കുന്നതിനിടയിൽ 200 വ്യക്തികളെയും സായുധ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയി. അവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. 2 ദിവസത്തിന് ശേഷം സൊക്കോട്ടോ സംസ്ഥാനത്തെ ഗിദാൻ ബഗുസോ ഗ്രാമത്തിലെ ഒരു കോളേജിൽ നിന്ന് 15 വിദ്യാർത്ഥികളെ കൂടി തട്ടിക്കൊണ്ടുപോയി. കൂടാതെ മാർച്ച് 12-ന് കഡുന സംസ്ഥാനത്തെ കജുരു പ്രദേശത്തെ ഒരു ഗ്രാമത്തിൽ ഏകദേശം 69 പേരെ അവരുടെ വീടുകളിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി. ഈ തട്ടിക്കൊണ്ടുപോകലുകൾക്കും ആക്രമണങ്ങൾക്കും ഉത്തരവാദികളായ സായുധ പ്രവർത്തകരെ തിരിച്ചറിയുകയും നിയമത്തിന് മുന്നിൽ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതിൻ്റെ അടിയന്തര പ്രാധാന്യം ഐക്യരാഷ്ട്രസഭ ഹൈക്കമ്മീഷണർ ഊന്നി പറഞ്ഞു.